നമസ്കാരം. ഒറാക്കിൾ വെക്റ്റർ സെർച്ച് ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചും ഒറാക്കിൾ 23 ഡേറ്റാബേസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഓഡിയോ പോഡ്കാസ്റ്റാണിത്. സോ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബ്ലോഗ് അത് എൻ്റെ ലിങ്ക്ഡിനിലും ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി ബിൽഡർ ചാനൽ AWS കമ്മ്യൂണിറ്റി ബിൽഡർ ചാനലിലും അവൈലബിൾ ആണ്. സോ എൻ്റെ പേര് വിഷ്ണു. ഞാൻ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ബാംഗ്ലൂർ. ആൻഡ് റീസെൻ്റ്ലി ഒറാക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ജൂലൈ സമയത്ത് ഒറാക്കിൾ യാത്ര, അത് ഇവിടെ ബാംഗ്ലൂർ ഒറാക്കിൾ ടെക് ഹബിലാണ് നടന്നത്. ആ സമയത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഹൈലൈറ്റ് ആണ് മിക്കവാറും എല്ലാ ഇവൻറ്റ്സിൻ്റെയും. അത് ഒറാക്കിളിൻ്റെ ആയിക്കോട്ടെ, AWSൻ്റെ ആയിക്കോട്ടെ, MongoDB, ഏത് ഇവൻറ്റ്സിലായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു എയുടെ ഒരു പ്രസൻസ് അവിടെ കാണാൻ പറ്റും. പ്രീവിയസ്ലി ഒരു വർഷം മുന്നേയൊക്കെ ആണെങ്കിൽ അത് ജനറേറ്റീവ് AI ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഏജൻറ്റിക് AI സിസ്റ്റംസും മറ്റുമാണ്. അപ്പോൾ ഒറാക്കിളിലും അവരുടേതായ സർവീസസ് ഉണ്ട്. അപ്പോൾ ഒറാക്കിളിൻ്റെ പ്ലാറ്റ്ഫോം OCI നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒറാക്കിൾ ഡേറ്റാബേസ്, അതാണ് എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ചില കമ്പനീസിൽ ഈ പറഞ്ഞ പോലെ ഒറാക്കിളിൻ്റെ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. ഒറാക്കിൾ, ഞാൻ എൻ്റെ പേര് വിട്ടുപോയി, ഒറാക്കിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോംസ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഒറാക്കിളിനുണ്ട്. ബട്ട് കോമൺലി എല്ലാവരും ഒറാക്കിൾ എന്ന് പറയുന്ന കേൾക്കുന്ന പോപ്പുലാരിറ്റി ഉള്ളത് അതിൻ്റെ ഡേറ്റാബേസ് ലെവലിലാണ്. ഈവൻ ഒരു 2003 ആ സമയങ്ങളിലൊക്കെ തന്നെ PCs പോപ്പുലറായി വരുന്ന സമയത്ത് തന്നെ, ആ സമയത്ത് ഒറാക്കിളിൻ്റെ 9i അല്ലെങ്കിൽ 8i അങ്ങനത്തെ സിസ്റ്റംസ് അതൊരു CD കിട്ടുമായിരുന്നു. 1-2 CD വരുന്ന അത് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുള്ളത്, കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ളവർക്കത് അറിയാൻ പറ്റും. സോ ബേസിക്കലി ആ സമയത്ത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു, ക്വറി ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് എ നോർമൽ ഡേറ്റാബേസ്. നമുക്ക് അതിൽ ക്വറി ചെയ്യാം, ഡേറ്റ സ്റ്റോർ ചെയ്യാം, റിട്രീവ് ചെയ്യാം. ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ എന്ന് പറയുമ്പോൾ ഒരു റിലേഷണൽ ഡേറ്റാബേസ് സിസ്റ്റമാണ്. അവിടെ ഡേറ്റ ഡിഫറെൻറ്റ് ടേബിൾസിലും കോളംസ്, റോസ് ആ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. റിലേറ്റഡ് ഡേറ്റാസ് ആണെന്നുണ്ടെങ്കിൽ റിലേഷണലായിട്ട് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ഡേറ്റ ടേബിൾസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതൊരു ഫോറിൻ കീ വഴി തന്നെ ഒരു റിലേഷൻ ഉണ്ടാവും. ഇത് കൂടാതെ ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഇതിൻ്റെ ടോപ്പിൽ റിലേഷണൽ ഡേറ്റാബേസസിനുണ്ട്. അതിൽ ഒന്നാണ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്, വ്യൂസ്, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ്. സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ബൾക്ക് ഓഫ് പ്രോഗ്രാമിംഗ് ലോജിക്സ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റോർഡ് പ്രൊസീജിയറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അത് ആപ്ലിക്കേഷനിൽ നിന്ന് കോൾ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡേറ്റാബേസിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ അത് ഫാസ്റ്റ് ആയിരിക്കും. സോ അതൊരു കൈൻഡ് ഓഫ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും കുറച്ച് ഓർഗനൈസേഷൻസ് മുമ്പ് വരെ കണക്കാക്കിയിരുന്നു. ബിസിനസ് ലോജിക്സ് അവർ ഈ പറഞ്ഞ പോലെ ഈ ഡേറ്റാബേസിൻ്റെ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിൽ എഴുതുന്ന ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. പല ഓർഗനൈസേഷൻസിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഒരു 3-4 പേജൊക്കെ ലെന്തി ആയിട്ട് കാണാൻ പറ്റും. അത്ര ലെവലിൽ എഴുതുന്നൊരു അപ്രോച്ച് മുമ്പുണ്ടായിരുന്നു അങ്ങനെ. ബട്ട് ഇപ്പോൾ വന്നിട്ട് ഒറാക്കിളിൻ്റെ റീസെൻ്റിലുള്ള ഇവൻ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായത് അങ്ങനെ ടൈറ്റായിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് ലോജിക്സ് അവിടെ എഴുതുന്നത് വഴി ഒരു ഫ്ലെക്സിബിലിറ്റി കുറയുകയാണ്. കാരണം സ്കെയിലബിലിറ്റി ഫാക്ടർ വളരെ കുറയും. കാരണം ഈ ഡേറ്റാബേസിന് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലും ഒരു സെൻട്രൽ കൺട്രോൾ എന്നുള്ള രീതിയിലും ഇതൊരു ഈ പറഞ്ഞ ബിസിനസ് ലോജിക്ക് എഴുതുന്നത് ഒരു ബെനിഫിറ്റായിട്ട് കരുതാമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സ്കെയിലബിലിറ്റി പെർസ്പെക്റ്റീവിലും കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി പെർസ്പെക്റ്റീവിലും ഈ ഡേറ്റാബേസ് ബിസിനസ് ലോജിക്ക് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് ഈവൻ ഒറാക്കിളിൻ്റെ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ അതൊരു വയബിൾ അപ്രോച്ച്, ഒരു നല്ല അപ്രോച്ച് അല്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. സോ ഇൻസ്റ്റഡ് ഡിഫറെൻ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് മോഡുലാർ സർവീസായിട്ട്, മൈക്രോ സർവീസായിട്ട്, ഡിഫറെൻറ്റ് സർവീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. സോ ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡിപ്ലോയബിലിറ്റിയും അതുപോലെ തന്നെ
ഇൻഡിപെൻഡൻറ്റ് സ്കെയിലബിലിറ്റിയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടി ഒരു സ്ഥലങ്ങളിൽ തന്നെ എഴുതുന്നതിന് പകരം. സെക്കൻഡ് ഫാക്ടർ അറിയാൻ പറ്റുന്നത് ഇത് എൻ്റെ കോസ്റ്റ് ഫാക്ടറാണ്. ഡേറ്റാബേസ് സ്കെയിലപ്പ് ചെയ്യുന്നതിനുള്ള കോസ്റ്റും അതിൻ്റെ ലൈസൻസിങ് കോസ്റ്റിങ്ങും ഒക്കെ വരുമ്പോൾ ഓർഗനൈസേഷൻസ് കഴിവതും ആ ഒരു കോസ്റ്റ് റിഡക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡിഫറെൻ്റ് അതർ സർവീസസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഒരുപാട് കൂടുതലാണ്. സോ അതുകൊണ്ട് ഒരുപാട് ബിസിനസ് ലോജിക്ക് ടൈറ്റായിട്ട് ഈ പറഞ്ഞുള്ള സ്റ്റോർഡ് പ്രൊസീജിയർ എഴുതിയിരിക്കുന്നതൊക്കെ മാറ്റുന്ന ഒരു അപ്രോച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതും ഇവർ ഈ LLMs ഈ പറഞ്ഞ ഏജൻറ്റിക് സിസ്റ്റംസ് വെച്ചിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. സോ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സെഷനിൽ ഈ പറഞ്ഞ പോലെ ഈ എക്സിസ്റ്റിംഗ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് കൺവേർട്ട് ചെയ്ത് മാറ്റുന്ന ഒരു പ്രക്രിയ ഈ പറഞ്ഞ പോലെ ഒരു കോഡ് ജനറേഷൻ അല്ലെങ്കിൽ ഏജൻറ്റിക് ടൂൾ വെച്ചിട്ട് ഡയറക്റ്റ്ലി ചെയ്യാൻ നേരത്തെ ഒരു പക്ഷേ അത് ഉദ്ദേശിച്ച പോലെ നടക്കത്തില്ല. കാരണം ഈ LLMs അല്ലെങ്കിൽ ഏജൻറ്റ്സ് ഈ പറഞ്ഞ കോഡ്സ് മനസ്സിലാക്കുന്ന ഒരു രീതി ഒരുപാട് ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് അതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ലൈൻ ബൈ ലൈനായിട്ട് LLMs ജനറേറ്റ് ചെയ്തതൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് സെയിം ആ ഒരു നാച്ചുറൽ ആ ഒരു സ്പെക്സ് വീണ്ടും ഏജൻറ്റിക് ടൂൾസ് വെച്ച് റീക്രിയേറ്റ് ചെയ്യുന്ന വഴി ഈ സെയിം ലോജിക്ക് വേറെ ഒരു മൈക്രോ സർവീസോ മൊഡ്യൂളായിട്ട് മാറ്റുവാൻ പറ്റും. സോ അങ്ങനത്തെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വെക്ടർ AI സെർച്ച് ക്യാപ്പബിലിറ്റീസാണ്. സോ ഇതുപോലെ OCയിൽ ഒരുപാട് OC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതായത് ഒറാക്കിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ സർവീസസ് ഉണ്ട്. ഇഷ്ടംപോലെ സർവീസസ്, പല ഡേറ്റാബേസ് സർവീസസ്, സ്റ്റോറേജ് സർവീസസ് അതൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ജനറേറ്റീവ് AI സ്പെസിഫിക് സർവീസ് വരാൻ നേരത്ത് അവർ ഇത് ഈ ഒറാക്കിൾ ഡേറ്റാബേസ് ലെവലിൽ നിന്ന് തന്നെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ ഒറാക്കിൾ ഡേറ്റാബേസ് സ്പെസിഫിക്. സോ പഴയൊരു ഡേറ്റാബേസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒറാക്കിൾ 9i അതിലൊക്കെ നോക്കുമ്പോൾ അത് റിലേഷണൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വെക്ടർ സെർച്ച് എന്ന് പറയുന്ന ഒരു ക്യാപ്പബിലിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ചങ്ക്സ് ഓഫ് ടെക്സ്റ്റ് ഡേറ്റയെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെക്ടറൈസ് ചെയ്ത് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി ഒരു ടേബിൾ ഉണ്ടെന്നിരിക്കട്ടെ. ആ ടേബിളിൽ എക്സിസ്റ്റിംഗ് ഫീൽഡ്സിനോടൊപ്പം തന്നെ വെക്ടർ ഫീൽഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് ടെക്സ്റ്റിനും ഇമേജിനും ഒക്കെ സെപ്പറേറ്റ് വെക്ടർ ഫീൽഡ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇൻ അഡീഷൻ ടു അതർ ഡീറ്റെയിൽസ് ഈ വെക്ടർ ഡേറ്റ കൂടിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ വെക്ടർ ഡേറ്റ സ്പെസിഫിക് ആയിട്ട് വേറെ ഒരു ക്ലോൺ ഡേറ്റാബേസിലും സ്റ്റോർ ചെയ്യുന്ന ഒരു അപ്രോച്ചും ഉണ്ട് ഫോർ ഡേറ്റ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി. ബട്ട് ബേസിക്കലി ഈ ഒരു വെക്ടറായിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഒരു വെക്ടർ സ്റ്റോർഡായി ഇരിക്കുന്നതുകൊണ്ട് പിന്നീടുള്ള ഓപ്പറേഷൻസ്, ക്വറി ഓപ്പറേഷൻസ് ഒക്കെ ഈ വെക്ടറിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് കോളംസ് ആൻഡ് റോസ് ബേസ്ഡ് ഫിൽറ്ററിങ് ഡയറക്റ്റും ചെയ്യാം, അല്ലാതെ വെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി, ഫോർ എക്സാമ്പിൾ വെക്ടർ സെർച്ച് അല്ലെങ്കിൽ സിമിലാരിറ്റി സെർച്ച് അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസൊക്കെ ഈ പറഞ്ഞ പോലെ വെക്ടർ സെർച്ച് ക്യാപ്പബിലിറ്റീസ് വെച്ച് ചെയ്യാം. മാത്രമല്ല ചില ഫങ്ഷൻസ് ഈ ഒറാക്കിൾ ഡേറ്റാബേസിൽ ഉള്ള ഫങ്ഷൻസ് വെച്ചിട്ട് ഈവൻ ചെറിയ രീതിയിൽ ലാംഗ്വേജും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതൊരു പാരാമീറ്ററായിട്ട് ഒരു മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് എക്സിസ്റ്റിംഗ് മോഡൽസ്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഒരു കോൾ മോഡൽസിലേക്ക് LLMസിലേക്ക് പോവുകയും അത് ആയിരിക്കും ഈ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഒരു LLMൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കണ്ടൻറ്റ് വെക്ടറൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനും പിന്നെ അതിൻ്റെ ഒരു നിയർ ബൈ വെക്ടർ സെർച്ച് വെച്ചിട്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് ഉള്ള ഒരു ഡേറ്റ റിട്രീവ് ചെയ്യാനും സാധിക്കും. ബട്ട് സ്റ്റിൽ ഇൻ എ പ്രസൻറ്റബിൾ ഫോം, ഒരു യൂസറിന് അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രസൻറ്റബിൾ ഫോമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഒരു LLMസിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ ആവശ്യമായിട്ട് വരും. എയ്തർ LLMs ഓർ സം ഫോം ഓഫ് ഏജൻറ്റിക് സിസ്റ്റംസ്. സോ അങ്ങനെ വരാൻ നേരത്ത് അങ്ങനെ ഒരു എൻഹാൻസ്ഡ് എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഒറാക്കിൾ പ്ലാറ്റ്ഫോമിൽ മാത്രം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറാക്കിളിൻ്റെ തന്നെ ജനറേറ്റീവ് AI സർവീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ബേസിക്കലി അതൊരു API സർവീസാണ്.
ആ API സർവീസ് നമുക്കൊരു API വിളിക്കുന്ന പോലെ കോൾ ചെയ്യാം, പ്രോംപ്റ്റ് കൊടുക്കാം. ആ പ്രോംപ്റ്റിൽ ഈ ഒരു കണ്ടൻറ്റ്, ഡേറ്റാബേസിൽ നിന്നുള്ള കണ്ടൻറ്റും കൊടുക്കാം. പ്രോംപ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടതെന്ന് കൊടുക്കാം. ബേസിക്കലി അത് ഒരു ഇൻഫറൻസ് എന്നാണ് പറയുന്നത്. അത് ഈ മോഡൽ, ഈ പറഞ്ഞ LLMs അത് ഇൻഫറൻസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ചു കൊടുക്കും. അത് ഒരു ജനറേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് വേ ഗെറ്റിംഗ് ഫ്രം എ കോപൈലറ്റ്. ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ ഒരു ജനറേറ്റീവ് AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ പറഞ്ഞ പോലെ OCI, ഈ പറഞ്ഞ ജനറേറ്റീവ് AI സർവീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് സെക്യൂർഡ് സർവീസാണ്. സെക്കൻഡ്ലി അത് മോഡൽസ് ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ സർവീസസൊക്കെ ചില മോഡൽസ് പ്രീ ബിൽഡ് ആയിട്ടുള്ള കുറേ മോഡൽസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവരത് കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ വെർഷൻസ് വരാൻ നേരത്ത് പുതിയത് അപ്ഡേറ്റ് ചെയ്യും. കുറച്ച് നാൾ മുന്നേ വരെ നോക്കുമ്പോൾ GPT-4 ആണ് അവൈലബിൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ GPT-5 അങ്ങനത്തെ മോഡൽസും അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഓൺ ദ ഫ്ലൈ ഈ APIയിൽ ഈ പറഞ്ഞ പോലെ മോഡൽസിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം, ഇൻഫറൻസ് ചെയ്യാം, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാം. സോ അതൊരു പ്രസൻറ്റബിൾ ഫോമായിട്ട് കാണിക്കാൻ പറ്റും. മാത്രമല്ല ഇത് ഈ ഒറാക്കിൾ സ്പെസിഫിക്കായിട്ട് വരുമ്പോൾ അവർ ഒരു സ്പെസിഫിക് രീതിയിലുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് ഈ പറഞ്ഞ പോലെ മെറ്റാ ഓൺലി ക്ലോൺ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഡേറ്റ ഉള്ള സമയത്ത് ഈ ഒരു പ്രൊഡക്ഷൻ ഡേറ്റ എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ ഡേറ്റാബേസിൻ്റെ ഒരു ക്ലോൺ, അത് സ്കീമ ഡെഫിനിഷൻ, വെക്റ്റർ ഇൻഡെക്സ്, അതുപോലെ തന്നെ മെറ്റാ ഡേറ്റ സ്ട്രക്ചർ, ഇതൊക്കെ ഇൻക്ലൂഡിങ് വെക്റ്റർ സെർച്ച് ഡേറ്റ, ഇതും എല്ലാം ഒരു ക്ലോൺ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലോൺ ഡേറ്റാബേസിലേക്കായിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഒരു ക്വറിയും ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരു ആക്ച്വൽ ഡേറ്റയുടെ ഒരു വ്യൂ ഡെവലപ്പേഴ്സിന് കിട്ടുകയും ചെയ്യും. എസ്പെഷ്യലി ഇത് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിങ്ങിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒപ്പം തന്നെ ഇത് പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും. സോ പിന്നെ ആ പറഞ്ഞ ഇവൻറ്റിൽ, OCI യാത്രാ ഇവൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ജനറേറ്റീവ് AI റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഒരു ഫീച്ചറാണ് ഒറാക്കിൾ കോഡ് അസിസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. ഇത് ഒറാക്കിൾ എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ബേസിക്കലി ഇത് ചെയ്യുന്നത് SQL കോഡ് കംപ്ലീഷൻ അല്ലെങ്കിൽ ക്വറി ഒപ്റ്റിമൈസേഷൻ സജഷൻസ്, ഇതൊക്കെ ഒറാക്കിളിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിന്ന് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് മെത്തേഡ്സ് അവർ സജസ്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേഷൻ ഒറാക്കിളിൻ്റെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡേറ്റാബേസിലും കാണാൻ പറ്റും. അതാണ് ഒറാക്കിൾ ഓട്ടോണോമസ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഒറാക്കിൾ ഓട്ടോണോമസ് ഡേറ്റാബേസ് ആക്ച്വലി സെൽഫ് ഹീലിംഗ് ഡേറ്റാബേസ് ആണ്. അതിന് തന്നെ ക്വറി ട്യൂൺ ചെയ്യാൻ, ഇൻഡെക്സ് ട്യൂൺ ചെയ്യാനും പെർഫോമൻസ് ട്യൂൺ ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ ഒരു സെഷൻ നടന്ന സമയത്ത് വന്ന ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വറി, വിൽ ഇറ്റ് റീപ്ലേസ് എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി അതിൻ്റെ ഒരു എക്സാക്റ്റ് ആൻസർ ഇപ്പം പറയാൻ പറ്റില്ല. കാരണം എത്രത്തോളം ഇവോൾവ് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് ഇരിക്കുന്നത്. ബട്ട് ഓൺ എ പോസിറ്റീവ് നോട്ടായിട്ട് പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഈവൻ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ഇത് കാരണം ഈ പറഞ്ഞ ഒരു ഹൈലി ക്യാപ്പബിൾ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് ഈവൻ ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ പറഞ്ഞ പോലെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ സിസ്റ്റംസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജാണ്. സൈഡ് എഫക്റ്റ് വേറൊരു സൈഡിൽ അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഒരു ആൻസർ എക്സാക്ട്ലി ഡിബേറ്റബിൾ ആണ്. അത് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുമ്പ് ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൾട്ടി ക്ലൗഡ് എന്ന് പറയുന്നത്. അത് ഒരു AWS ആൻഡ് ഈ OCIയുടെ ഒരു ബെറ്റർ ഒരു ഇൻ്റഗ്രേഷനാണ്. അതായത് എന്താ പറയുക, അധികം
ഡിലേ ഇല്ലാത്ത തരത്തിൽ, അതായത് ലോ ഡിലേ കൈൻഡ് ഓഫ് ഒരു ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് റീസെൻ്റ്ലി അനൗൺസ് ചെയ്തതാണ്. ജൂൺ സമയത്ത് അനൗൺസ് ചെയ്ത ഒരു സർവീസാണ്. ലാസ്റ്റ് സെപ്റ്റംബർ 2024 ഒറാക്കിൾ ക്ലൗഡ് ഇവൻറ്റിന് അത് ഡിസൈഡ് ചെയ്യുകയുണ്ടായി. ബട്ട് ഈ പറഞ്ഞ റീസെൻ്റ്ലി ആണത് AWSൽ വന്നത്. അത് ലോ ലേറ്റൻസി ആയിട്ട് ഈ പറഞ്ഞ പോലെ തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒറാക്കിളിൻ്റെ തന്നെ ഹെക്സാഡേറ്റ ആർക്കിടെക്ചർ ആൻഡ് ടെക്നോളജി, ഒറാക്കിൾ AWS ഡേറ്റാ സെൻറ്റേഴ്സിനകത്ത് അവർ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഹൈ സ്പീഡ് കണക്ഷൻസ് വഴി AWS സർവീസസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. സോ അത്തരത്തിലുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഇൻ്റഗ്രേഷനാണ്. അത് ലോ ലേറ്റൻസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് അത് ആവശ്യമാണ്. അല്ലാത്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസിൽ കുറച്ച് ലേറ്റൻസിയൊക്കെ ഓക്കെ ആണെന്നുള്ള ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ RDS ഒറാക്കിൾ അല്ലെങ്കിൽ EC2 ഒറാക്കിൾ, അല്ലെങ്കിൽ വേറൊരു അപ്രോച്ച് കൂടിയുണ്ട്. ഒറാക്കിൾ OCIയിൽ തന്നെ കറസ്പോണ്ടിങ് സർവീസസ് കീപ്പ് ചെയ്തിട്ട് തമ്മിലൊരു പ്രൈവറ്റ് ലിങ്ക് വഴി കണക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള അപ്രോച്ചസ് വഴിയും യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ വെക്റ്റർ സെർച്ച് ക്യാപ്പബിലിറ്റീസ് ഒറാക്കിൾ ഡേറ്റാബേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇൻ അഡീഷൻ ടു OCI ജനറേറ്റീവ് AI സർവീസസ്, AWSും ഈ പറഞ്ഞ പോലെ കുറേ AI ക്യാപ്പബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ AWSൻ്റെ തന്നെ സർവീസായ AWS ബെഡ്റോക്ക് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ OCIയിലുള്ള അതേ ജനറേറ്റീവ് AI സർവീസ് OCIക്ക് മുന്നേ വന്ന സർവീസാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സർവീസാണ്. കുറച്ചുകൂടി മോഡൽസ് കൂടുതലുണ്ട്. ആന്ത്രോപ്പിക്, ക്ലൗഡ്, അങ്ങനെ ഒരുപാട് മോഡൽസ് അതിൽ ഉണ്ട്. മാത്രമല്ല AWS ആയിട്ടുള്ള ബെറ്റർ ഇൻ്റഗ്രേഷനുള്ള സർവീസാണ്. ഇതിലും ഒരു API യൂസ് ചെയ്തിട്ട് ഈ ഒരു സർവീസുമായിട്ട് കണക്ട് ചെയ്യാനും ഓൺ ദ ഫ്ലൈ മോഡൽസ് സ്വിച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ അങ്ങനെ ഈ ഒറാക്കിൾ ഡേറ്റാബേസിൻ്റെ വെക്റ്റർ സെർച്ച് ഡേറ്റ പ്ലസ് ഈ പറഞ്ഞ പോലെ AWSൻ്റെ ജനറേറ്റീവ് AI സർവീസായിട്ടുള്ള ബെഡ്റോക്കും കൂടി ചേർത്ത് അങ്ങനെ ഒരു യൂസേജ് പോപ്പുലറാണ്. അത് ഒരുപാട് എൻ്റർപ്രൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഫോർ ഇൻഫറൻസിങ് ഈ പറഞ്ഞ പോലെ AWS ബെഡ്റോക്ക് യൂസ് ചെയ്യും. സിമിലർലി റീസെൻ്റ്ലി AWS ഏജൻറ്റ് കോർ എന്ന് പറയുന്ന ഒരു സർവീസ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏജൻറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് AWS ഇൻഫ്രാസ്ട്രക്ചറിൽ അത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റാൻസിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ബേസിക്കലി സ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു പൈത്തൺ ലാംഗ്വേജ് ബേസ്ഡ് ഏജൻറ്റ് ഫ്രെയിം വർക്കാണ് വിത്ത് എ മിനിമൽ കോഡ്. നമുക്ക് അതിൽ ആപ്ലിക്കേഷൻസ് ഏജൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഏജൻറ്റിക്ക് AI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഒരു മോഡൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. കാരണം LLMs ബേസായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ മോഡൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഇൻബിൽറ്റ് ഇൻ്റഗ്രേഷൻസ് എല്ലാം ഉണ്ട്. അതായത് നമുക്ക് മോഡൽസ്, നമുക്ക് ഏത് സർവീസ് വേണം, ഇപ്പോൾ ബെഡ്റോക്ക് സർവീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇൻ്റഗ്രേറ്റഡ് ആണ്. ഒപ്പം തന്നെ സോ സംഭവിക്കുന്നത് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് കോള് AWS ബെഡ്റോക്കിലേക്ക് പോകും. സോ ചാർജബിൾ ആണ്. AWS ബെഡ്റോക്കിൽ അത് ചാർജ് ചെയ്യും. ബട്ട് ഈ സ്റ്റാൻസ് ഫ്രെയിം വർക്കിന് സെപ്പറേറ്റ് ചാർജ് ഒന്നുമില്ല. ബട്ട് ഇതൊരു ഹോസ്റ്റ് ചെയ്യുന്നത് either ഒരു കണ്ടെയ്നർ പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഏജൻറ്റ് കോർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് AWSൽ തന്നെ, അതിലും ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒറാക്കിളിൻ്റെ ഡേറ്റാബേസ് ആ ഒരു സർവീസിലേക്ക് കണക്ട് ചെയ്യാനും ഇൻഫറൻസിങ് ചെയ്യാനും പറ്റും. ഇത് കൂടാതെ ആമസോൺ സേജ് മേക്കർ എന്ന് പറഞ്ഞൊരു അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് സർവീസ് ഉണ്ട്. അത് ജനറേറ്റീവ് AI സർവീസാണ്. ബട്ട് അത് കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള സർവീസാണ്. എസ്പെഷ്യലി ഓർഗനൈസേഷൻസിൽ കൂടുതൽ ഫൈൻ ട്യൂണിങ് വേണ്ടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ആമസോൺ സേജ് മേക്കർ. ഇത് കൂടാതെ ഈ ജനറേറ്റീവ് AI സർവീസസ് അല്ലാതെ ഈ വെക്റ്റർ സെർച്ച് ക്യാപ്പബിലിറ്റീസ് വേണമെങ്കിൽ അതർ സർവീസസ് ലൈക്ക് S3
മറ്റ് സർവീസസ്, അനലിറ്റിക് സർവീസസ് അതുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനും സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. സോ മോർ ഡീറ്റെയിൽസ് ആ ഒരു ബ്ലോഗിൽ ചെക്ക് ചെയ്യുക, ഒപ്പം തന്നെ എൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ചെക്ക് ചെയ്യുക. സോ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്തതിന് നന്ദി. സോ ഈ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആക്ച്വലി മറ്റ് പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഓഡിയോ പ്ലാറ്റ്ഫോംസ് സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്കിലൊക്കെ അവൈലബിൾ ആണ്. സോ താങ്ക് യു എവരി വൺ. സോ